ഹായ് നമസ്കാരം. സിക്സർ ഫിഷിങ്ങിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. നമ്മള് റോഡ്, റീല്, ബ്രൈഡ്, അതുപോലെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് നമുക്ക് മൈക്രോ റോഡ് ആൻഡ് റീൽ സെറ്റും പിന്നെ കുറച്ച് ലൂറുകൾ. സ്പെഷ്യലായിട്ട് ലൂറ് പറയാൻ വേണ്ടിയാണ് ഞാനിത് വീഡിയോ എടുക്കുന്നത്. അപ്പൊ ഇത്തരം ലൂറുകൾ ഉപയോഗിക്കേണ്ടത് ഏത് തരം ബ്രൈഡിലായിരിക്കണം, ഏത് തരം റീലിലായിരിക്കണം, ഏത് തരം റോഡിലായിരിക്കണം എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ നമുക്ക് കുറച്ച് ലൂറുകൾ ഷാഡുകൾ പറയാം. എന്ന് വെച്ചാൽ മൈക്രോ ഒരു 2 ഇഞ്ച് സൈസിലെ ഷാഡുകളുണ്ട്. ഇതൊക്കെ മൈക്രോ ഷാഡിൽ പറ്റിയതാണ്. അതുപോലെ തന്നെ അതിന് പറ്റിയ മൈക്രോ ജിഗ് ഉണ്ടോ. ഇതിനെല്ലാം കൂടെ ചിലപ്പോൾ ഒരു 8 ഗ്രാം വരത്തുള്ളൂ. ഇതും കൂടെ എല്ലാം കൂടെ. അപ്പൊ 8 ഗ്രാം ലൈൻ, ഇത്തരം 8 ഗ്രാമിന് നമ്മൾ മാക്സിമം ലെങ്തിൽ അറിയണ ഒരു 15 mm അല്ലെ 10 mm ബ്രൈഡാണ്. അത് ഓർത്തിരിക്കുക. നമ്മൾ ഒരുപാട് കനം കൂടിയ ബ്രൈഡ് എടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇത് ഇറങ്ങാൻ പോകത്തില്ല. മനസ്സിലായില്ല? അത് ഒന്ന് വ്യക്തമാക്കുക. ഇപ്പൊ ഒരു ഷാഡും ഒരു ജിഗേട്ടും കൂടി ഇത് സെറ്റായി കിട്ടുന്നതിന് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് കിട്ടും. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ഹവാസിന്റെ സിലിക്കൺ ഷാഡും ഒരു മെറ്റൽ ജിഗ് ഹെഡും എല്ലാം കൂടെ സെറ്റായി കിട്ടുമ്പോൾ 100 രൂപ. അപ്പൊ ഇത് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന വലിയ ഹെവി ആയിട്ടുള്ള 20 mm 25 mm 30 mm ലൈനകത്ത് നിന്ന് എറിഞ്ഞാൽ ഇത് ഫീൽ കിട്ടത്തില്ല. നമ്മൾ എറിയാൻ പോലും പറ്റത്തില്ല, ദൂരം പോകത്തില്ല. അപ്പൊ ഇത്തരം സാധനങ്ങൾ വെയിറ്റ് കുറഞ്ഞ ലൂറുകളോ ഷാഡുകളോ എന്തെങ്കിലും എറിയണമെന്നുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ 10 mm 15 mm മാക്സിമം. അതിന് മുകളിൽ പോയി കഴിഞ്ഞാൽ പറ്റത്തില്ല. പിന്നെ അത്തരം സാധനങ്ങൾ എറിയുന്നതിന് ഉപയോഗിക്കുന്ന റോഡുകൾ ഇതുപോലെ മൈക്രോ റോഡുകളാണ് ഉപയോഗിക്കേണ്ടത്. മനസ്സിലായല്ലോ? അല്ല സാധാരണ ഒരു റോഡും ഇല്ലാത്തവർക്ക് ഇതുപോലത്തെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഷാഡുകൾ ഉപയോഗിച്ച് എറിഞ്ഞാൽ പോയത്. അപ്പം മിനിമം ഇതുപോലുള്ള മൈക്രോ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള സ്റ്റിക്കുകൾ ഉപയോഗിക്കും. ഇപ്പൊ ഈ ഒരു സ്റ്റിക്കിന് നമ്മൾ 1900 2000 രൂപയ്ക്ക് നമുക്ക് അയച്ചു തരാൻ പറ്റും. എവിടെ ആണെങ്കിലും കേരളത്തിൽ വേണമെങ്കിൽ ഈ ഒരു റോഡിന് മാത്രം. ഇതെന്ന് പറയുന്നത് മാക്സിമം എന്ന് പറയുന്നത് ഫുൾ കാർബൺ റോഡാണ്. മാക്സിമം എന്ന് പറയുന്നത് നല്ലൊരു കാർബൺ ലൈറ്റ് വെയിറ്റ്, എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ്. ഇതാണ് എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് റോഡ് എന്ന് പറയുന്നത്. ഇത്തരം റോഡുകളെ മാത്രമാണ് എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് റോഡുകൾ എന്ന് പറയുന്നത്. ലൈറ്റ് വെയിറ്റ് റോഡുണ്ട്, റോഡ് പല രീതിയിലുണ്ട്. ഇത്തരം റോഡുകളെ എക്സ്ട്രാ ലൈറ്റ് വെയിറ്റ് ഉണ്ട്. അതിപ്പോ ഇതിനകത്ത് കണക്ട് ചെയ്യുന്ന റീലുകളുണ്ട്. കണ്ടോ, ഈ റീല് ഒരു റീലിന് 1000 രൂപ വില. GT 800 സീരീസ് എന്ന് പറയുന്ന ഒരു റീലാണ്. ഈ റീലും ഈ റോഡും നമ്മളൊരു കോംബോ ആയിട്ട് ഇപ്പൊ ലൈനും ഒരു ഡെമ്മി എല്ലാം സെറ്റായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 3500 രൂപയാകും ഇപ്പൊ ഈ ഒരു സാധനം. ഇത്തരം റോഡും റീലും ഉണ്ടെങ്കിൽ മാത്രമേ ഇതുപോലുള്ളത് ഈ കാണുന്ന വെയിറ്റ് കുറഞ്ഞ ലൂറുകൾ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കേണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമ്മൾ ഏതെങ്കിലും ഇപ്പൊ കടയിൽ കാണുന്ന ഏതെങ്കിലും ഒരു ലൂറ് മേടിച്ചുകൊണ്ട് പോയി അടിക്കാൻ നോക്കിയാൽ നിങ്ങൾ ഇത് നഷ്ടപ്പെട്ടു പോകത്തില്ല. ഒരു നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ഉപയോഗമില്ലാതാകും. അതാണ് മെയിൻ ആയിട്ട്. അപ്പൊ ഇത്തരം ലൈറ്റ് 10 ഗ്രാമിന് താഴെ, എപ്പോഴും 10 ഗ്രാമിന് താഴെയുള്ള ലൂറുകൾ ഉപയോഗിക്കാൻ 15 mm അല്ലെ 10 mm ഉള്ള ബ്രൈഡ് ലൈൻ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് മാക്സിമം ലെങ്തിൽ അറിയാം. ഒരു ലൈൻ മാത്രമല്ല, അതിന് ഉപയോഗിക്കേണ്ട റോഡുകളും റീലുകളും കറക്റ്റ് ആയിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് റോഡും റീലും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ല? അപ്പൊ ഇതൊരു 3500 നമുക്ക് കോംബോ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു കോംബോ മാക്സിമം റോഡ് GT 800 സീരീസ്. ഇത് കണ്ടോ, റീൽ കണ്ടോ, ഇതാണ് റീല്. ഫുൾ മെറ്റൽ റീലായി നല്ല ലെങ്തിൽ എറിയാനും പറ്റും. ഇതിനകത്ത് നമ്മൾ 10 mm അല്ലെ 15 mm 100 മീറ്റർ നിറച്ച് സെറ്റാക്കി നമ്മൾ തരും. അതിന് തന്നെ നൂലിന് തന്നെ 400 രൂപ വില വരും. ഓക്കെ, അത് ബാക്കിയായിട്ട് കാണിക്കാം. ഇനി എന്തുവാ നമ്മുടെ ഉള്ളത്? ഈ ലൂറ്. ഇതെന്ന് പറയുന്നത് ഒരു 6 ഗ്രാം വെയിറ്റോട് കൂടിയ മൈക്രോ ലൂറുകളാണ്. 6 ഗ്രാമിന് താഴെയുള്ള എല്ലാ മൈക്രോ ലൂറുകളെന്നേ പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ 5 ഗ്രാം മെറ്റൽ ജിഗ്. ഇതിന് 200 റുപ്പീസാണ് ഹവാസിന്റെ. 5 ഗ്രാം 3 ഗ്രാം ഒക്കെ ഉണ്ട്. 200 റുപ്പീസാണ് ഇതിന്റെ വില. ഇതിനാണെങ്കിൽ ഒരു 150 രൂപ. ഇതിന്റെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട്. ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇതുപോലുള്ള ലൂറുകൾക്ക്. നമുക്ക് മിനോ ലൂറുണ്ട്, ഡീപ്പ് ലൂറുണ്ട്. മിനോ ലൂർ എന്ന് വെച്ചാൽ വെള്ളത്തിൽ മിഡ് വാട്ടറിലായിട്ടാണ് ഇതിന്റെ പെർഫോമൻസ് കാണിക്കുന്നത്. നാക്ക് കുറച്ച് നീണ്ടതാണെങ്കിൽ കുറച്ചും കൂടെ ഡീപ്പിലേക്ക് പോകും. ഇതെല്ലാം ചെമ്പല്ലി, വറ്റ, അതുപോലുള്ള ചെറിയ മീനുകളെല്ലാം പിടിക്കും ഇതിനകത്ത് ഈ കാണിക്കുന്നതന്നെ. ഇപ്പൊ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് എന്റെ കടയിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരു ട്രെൻഡ് ഫിഷിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മൈക്രോ ലൂറും റോഡും റീലും അങ്ങനെയുള്ള ഒരു കളക്ഷനാണ് കൂടുതലും പോകുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ഏത് സമയം നമുക്ക് ഫീൽ ആകും. നമുക്ക് ഫിഷിംഗ് ചെയ്ത് കയ്യും കാലും ഒന്നും കുഴയത്തില്ല. നമുക്ക് എതുക്കെ തട്ടി ദൂരെ വിട്ട് നമുക്ക് ഫിഷിംഗ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ എന്തുവാണ്, അതിന്റെ കുറെ നല്ല ഇതാണ്. ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. ഇതാണ് നമ്മുടെ ഷാഡിന്റെ കളക്ഷൻ. ഇതിന്റെ എല്ലാ കളറും കൊണ്ടുണ്ടോ. റെഡ് ഹെഡൊക്കെ സൂപ്പർ സാധനമാണ്. ഇത് വെള്ളത്തിനനുസരിച്ച് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. 50 രൂപയാണ് ഷാഡിന് മാത്രം വില. ജിഗേട്ട് സഹിതമാണെങ്കിൽ ജിഗേട്ട് ഉണ്ട്. നമുക്ക് നല്ല ജിഗേട്ട്. ഇതിപ്പോ ഉപയോഗിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇട്ട് നമുക്ക് നല്ല സിമ്പിളായിട്ട് കുത്തിയതാ കാണിച്ചത് എങ്ങനെ അത് കണക്ട് ചെയ്തത്.
ഇങ്ങനെ ഒന്നും നോക്കണ്ട, അങ്ങ് കണക്ട് ചെയ്ത് സെന്റർ നമ്മളൊരു ഐഡിയ അങ്ങ് കണക്ട് ചെയ്യാതെ ഉണ്ട്. എന്നിട്ട് ഇതിനെ എല്ലാം അങ്ങോട്ട് വെക്കുക. ഇതാണ് എന്റെ രീതി. അപ്പൊ ഡബിൾ ഹെഡായി അല്ലോ. ഇനി എന്താ ഒരു വെറൈറ്റി ആയത്, നല്ല ഫീലിങ്ങോട് കൂടി ഇതിന്റെ ഓട്ടം നീ കണ്ട വിടത്തിൽ ഓടിച്ചിട്ടടിക്കും. അതാണ് അതിന്റെ ഒരു രീതി. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും 3 കോംബോ മൈക്രോ ലൈറ്റ് വെയിറ്റ് റോഡർ റീൽ സെറ്റ് കോംബോ വേണമെങ്കിൽ അങ്ങനെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഇനി സെപ്പറേറ്റ് ഇത് ലൂറ്, ഇത് ഇങ്ങനെയുള്ള ലൂറുകൾ വേണം, മൈക്രോ ലൂറുകൾ വേണമെങ്കിൽ 150. ഇതാണെങ്കിൽ 50 രൂപ വിത്ത് ജിഗറ്റ് സഹിതം 100 രൂപ. ഈ ചെറിയ ഐറ്റം കുഴപ്പമില്ല. ഇനി ഏതൊരു പ്രോഡക്റ്റ് ഇത് എങ്ങനെ ഐറ്റംസ് ആണെങ്കിലും ഈ ഒരു സെറ്റ് നിങ്ങൾക്ക് അയച്ചു 50 രൂപ ചെയ്താൽ മതി എക്സ്ട്രാ. ഏത് ഇപ്പൊ ഇതൊരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ 100 രൂപ സെൻഡിങ് സഹിതം. ഇതിന്റെ ജിഗറ്റ് സഹിതമാണെങ്കിൽ 100 റുപ്പീസ് പ്ലസ് 50 റുപ്പീസ് വരുമ്പോഴത്തേക്ക് 150 റുപ്പീസ് ആണ് ടോട്ടൽ സെൻഡിങ് ചാർജ് സഹിതം വരുന്നത്. ഇത് അങ്ങനെ ഇപ്പൊ ഇതൊരെണ്ണം വേണമെന്നുണ്ടെങ്കിൽ 150 ആണ് ഇതിന്റെ വില, പ്ലസ് 50 റുപ്പീസ് സെൻഡിങ്. അപ്പൊ 200 റുപ്പീസ് ടോട്ടൽ സെൻഡിങ് വരുന്നത്. അപ്പൊ അത് ഞാനൊന്ന് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സംസാരിക്കുക. അപ്പൊ അത് ഇനി സംശയങ്ങളൊന്നും വലുതായിട്ട് വരാതിരിക്കാൻ വേണ്ടി ഇത് പറയുന്നത്. അപ്പൊ പിന്നെ ഇപ്പൊ 10 mm ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10 mm ലൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നിയർ 15 LB ലൈൻ ആയിരിക്കും. 10 mm 15 LB ആണ് അതിന്റെ പവർ. എന്ന് വെച്ചാൽ 6 കിലോ 7 കിലോ കപ്പാസിറ്റിയാണ്. 6 കിലോ 7 കിലോ കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നമുക്കൊരു 3-4 കിലോ നമുക്ക് ഈസി ആയിട്ട് പിടിക്കാൻ പറ്റും. നമുക്ക് ഈസി ആയിട്ട് അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ആൾക്കാർ എന്നെ വിളിക്കേണ്ട നമ്പർ 9496262571. ഇതെന്ന് പറയുന്നത് എന്റെ വാട്സപ്പ് നമ്പറാണ്. 9496262571 എന്ന് പറയുന്നത് എന്റെ വാട്സപ്പും ഗൂഗിൾ പേ എല്ലാം ഈ നമ്പർ, ഒറ്റ നമ്പരേ ഉള്ളൂ. അതിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി. വാട്സപ്പിൽ ഒന്ന് മെസ്സേജ് ഇട്ടിട്ട് ഇന്നത് വേണം. ഇപ്പൊ ഞാൻ വിശദമായിട്ട് റോഡും റീലും ബ്രൈഡും ഡമ്മിയും ഇതിനെക്കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയി സ്കിപ്പ് ചെയ്താൽ വീഡിയോ എളുപ്പം കാണാൻ വേണ്ടി ശ്രമിക്കരുത്. നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. അതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. കാരണം വെച്ചാൽ ഇതിൽ എന്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാനിത് ഒന്നും പഠിച്ചു വെച്ചിട്ടില്ലെന്ന് പറയുന്നില്ല. എനിക്ക് എന്റെ അറിയാവുന്ന കാര്യങ്ങൾ ഞാനിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട്. അപ്പൊ അതിന് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പല വോയിസും ചിലപ്പോൾ നഷ്ടപ്പെടും. അപ്പൊ മാക്സിമം കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കി ഫിഷിങ് ചെയ്യുക, എൻജോയ് ചെയ്യുക. മാക്സിമം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.